ഇന്നൊരു എയർ ഫ്രയർ ചിക്കൻ അൽഫാമാവാം. അപ്പോൾ എയർ ഫ്രയറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഓണക്കാലത്താണ് എൻ്റെ അമ്മക്കൊരു ബോധോദയം വരുന്നത്. വീട്ടിലൊരു എയർ ഫ്രയറിൻ്റെ ഒരു അത്യാവശ്യമുണ്ട്. ബാക്കി എല്ലാ മെഷീൻസും ഉണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും എയർ ഫ്രയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇല്ല എന്ന് പറയാം. അതമ്മയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിന്ന് തോന്നുന്നു. അങ്ങനെ അമ്മ അച്ഛനോട് പറഞ്ഞു. എയർ ഫ്രയറിൻ്റെ ഉപയോഗം എന്താണെന്ന് പോലും അറിയാതെ അച്ഛൻ അമ്മ പറഞ്ഞതല്ലേ എന്നോർത്തിട്ട് ഓണത്തിൻ്റെ ഓഫർ ഉണ്ടല്ലോ, ഓഫർ കഴിയുന്നതിന് മുന്നേ അമ്മക്ക് കയ്യോടെ എയർ ഫ്രയർ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ഇതുവരെ ഓണം കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, നമ്മുടെയൊക്കെ കുറേ ബർത്ത്ഡേയ്സ് കഴിഞ്ഞു, ക്രിസ്മസും കഴിഞ്ഞു, ഇതുവരെ എയർ ഫ്രയർ യൂസ് ചെയ്തില്ല. വീട്ടിൽ എയർ ഫ്രയർ വെച്ച സ്ഥലത്തേക്ക് കൂടി അനിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ അതിനെ പ്രാകാൻ തുടങ്ങി. എന്തിനായിരുന്നു ഇത് വാങ്ങിച്ചത്? ഇതിന് പകരം എന്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിക്കായിരുന്നല്ലോ. പക്ഷേ എന്ത് ചെയ്യാനാ, അമ്മ വാങ്ങിച്ചും പോയി. ഇനിയിപ്പോൾ എന്തായാലും അത് യൂസ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുക നോക്കാം, ഒരു അൽഫാം തന്നെ അങ്ങ് കാച്ചിയേക്കാം. അങ്ങനെ നമ്മൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് അൽഫാം മസാല ഉണ്ടാക്കി ചിക്കൻ വരഞ്ഞ് അതിൽ നന്നായിട്ട് എന്ത് ചെയ്തു, പിടിപ്പിച്ചു. ആവശ്യത്തിന് ലെമണൊക്കെ യൂസ് ചെയ്തു, മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചു. അങ്ങനെ ഇനി അടുത്തത് നമ്മൾ മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആസ് യൂഷ്വൽ മുട്ടയുടെ വെള്ള, വെളുത്തുള്ളി, ഓയിൽ, ഉപ്പ്, പഞ്ചസാര, ലെമൺ, കുരുമുളക് പൊടി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ മയണൈസ് സെറ്റാക്കി. ഇതാ എല്ലാവരും ഒന്ന് നോക്കി നിൽക്കി. അമ്മ ആ എയർ ഫ്രയർ ഒന്ന് തുറന്നു അഭിമാനത്തോടെ. അപ്പോൾ അതിനുള്ളിൽ വെക്കാനുള്ള പാത്രങ്ങളും ഒക്കെ അമ്മ ഓൾറെഡി പർച്ചേസ് ചെയ്തിരുന്നു. ഫുൾ സെറ്റപ്പ് തന്നെ ആയിരുന്നു കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെ വേഗം ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പഠിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഇത്രയും പഠിച്ച നമ്മളൊക്കെ മുന്നിൽ അമ്മ വലിയ ആളായിട്ട് ടൈമൊക്കെ വേഗം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അമ്മ അഡ്ജസ്റ്റ് ചെയ്തു. 21 മിനിറ്റിന് 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു അകവും പുറവും അങ്ങനെ തന്നെ 21 മിനിറ്റ്സിൽ 180 ഡിഗ്രി